أعوذ بالله من الشيطان الرجيم الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. الذين ينفقون أموالهم തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർ, ബില്ലൈലി വന്നഹാർ രാത്രിയിലും പകലിലും, സിറൻ വഅലാനിയത്തൻ രഹസ്യമായും പരസ്യമായും, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുത്ത് അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കും. വലാ ഖൗഫുൻ അലൈഹിം അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. الذين ينفقون أموالهم بالليل والنهار سرا وعلانية فلهم أجرهم عند ربهم രാത്രിയും പകലും രഹസ്യമായും പരസ്യമായും തങ്ങളുടെ സ്വത്തുക്കൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കുന്നതാണ്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. 274 ഈ വചനം സദഖയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ധർമ്മത്തെക്കുറിച്ചുള്ള ഈ സംസാരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വചനമാണ്. ഒരുപാട് വചനങ്ങളിലൂടെ, കഴിഞ്ഞ വചനങ്ങളിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്, എന്താണ് ചെലവഴിക്കേണ്ടത്, ആർക്കാണ് ചെലവഴിക്കേണ്ടത്, ഇതൊക്കെ വിശദീകരിച്ചു. അതിനുശേഷമാണ് ഒരു സമാപനം എന്ന നിലക്കാണ് ഈ വചനം. ഈ വചനത്തിൻ്റെ ഒരു സവിശേഷതയും അതാണ്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ബില്ലൈലി വന്നഹാർ രാവും പകലും എന്ന് പറഞ്ഞാൽ എല്ലാ സമയങ്ങളിലും എന്നർത്ഥം. രാപ്പകൽ ഇടതടവില്ലാതെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഒരു പ്രയോഗം തന്നെയാണ്. പിന്നെ സിറൻ വ അലാനിയത്തൻ എന്ന് പറഞ്ഞാൽ രഹസ്യമായും പരസ്യമായും എന്ന് പറയുമ്പോൾ ബിഹസ്ബി മാ യുനാസിബുൽ അൽ മസ്ലഹ ഏതാണോ ആ സന്ദർഭത്തിൽ അനുയോജ്യമായത് അത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അത്. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം അത് അവർക്ക് അവരുടെ റബ്ബിൻ്റെ അടുത്ത് തക്കതായ പ്രതിഫലമുണ്ട്, അത് അള്ളാഹുവിൻ്റെ അടുത്ത് സേവ്ഡാണ് എന്ന് പറയുകയാണ്. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത സമാധാനവും നിർഭയത്വവും പ്രദാനം ചെയ്യുന്നു. ഖിയാമത്ത് നാളിൽ പ്രത്യേകിച്ചും. മനസ്സിലായില്ല? ലാ ഖൗഫുൻ അലൈഹിം അവരുടെ ഭാവിയെക്കുറിച്ച് അവർ ഭയപ്പെടേണ്ടതില്ല. വലാഹും യഹ്സനൂൻ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് അവർ ആദിയാകേണ്ടതുമില്ല, ദുഃഖിക്കേണ്ടതുമില്ല എന്നർത്ഥം. മനസ്സിലായി? അപ്പോൾ രാപ്പകൽ വ്യത്യാസമില്ലാതെ രഹസ്യമായും പരസ്യമായും സന്ദർഭത്തിനും കഴിവിനുമനുസരിച്ച് അള്ളാഹുവിൻ്റെ റിദ, വജ്ഹ് ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് നല്ല കാര്യങ്ങളിൽ ധനം ചെലവഴിക്കുന്നവർക്ക് വലിയ പ്രതിഫലങ്ങൾ അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്ക് ലഭിക്കാതിരിക്കുകയേയില്ല.
അതോടൊപ്പം അവർക്ക് ഒരു തരത്തിലുള്ള ഭയമോ വ്യസനമോ അള്ളാഹു ഉണ്ടാക്കുകയില്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു സുവിശേഷമാണ്. വലിയൊരു ആശ്വാസവും സമാധാനവും നൽകുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ സൂറയിലെ തന്നെ ഈ ചെലവഴിക്കലുമായി ബന്ധപ്പെട്ട് തുടങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ ഉപമിച്ചത് കൃഷിയോടായിരുന്നു. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബലത്തിൻ മിഅതു ഹബ്ബ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ധാന്യമണി കൃഷി ചെയ്ത കർഷകൻ, അതിന് 7 കതിരുകളുണ്ടാകുന്നു, ഓരോ കതിരിലും 100 വീതം ധാന്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഒരു കർഷകൻ. ഭയങ്കര അത്ഭുതകരമായ ഒരു സംഗതി അതാണ്. ഒരു കർഷകനെപ്പോലെയാണ്, അല്ലെങ്കിൽ ഒരു കർഷകനെപ്പോലെയുള്ള പ്രതീക്ഷയിലാണ് ധർമ്മം ചെയ്യുന്നവൻ. എന്താണ് കർഷകൻ്റെ പ്രതീക്ഷ? വിള കിട്ടാൻ വേണ്ടി വിതച്ച വിത്ത്, അത് വിതച്ചു എന്നതുകൊണ്ട് തനിക്കത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരിക്കലും അവൻ ദുഃഖിച്ചിരിക്കുകയില്ല. അതും കൂടി കഴിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കോ? ഇല്ല. സങ്കടപ്പെടോ? ഇല്ല. മറിച്ച് ആ കർഷകൻ പ്രതീക്ഷിക്കുകയാണ്. എന്ത്? വലിയ ശുഭപ്രതീക്ഷയിലാണ്. നാളെ അത് വളർന്ന് വലുതായി വിളഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും എൻ്റെ ഭാവി? ഓരോ കർഷകനും അങ്ങനെയാണ്. ഒരു വിത്ത് വിതക്കുമ്പം അയാളുടെ ഉള്ളിൽ വല്ലാത്ത സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. അത് കൊയ്തെടുത്തിട്ട് അല്ലെങ്കിൽ അത് പറിച്ചെടുത്തിട്ട് എനിക്കെൻ്റെ ജീവിതം സമ്പന്നമാക്കാം, ദുഃഖമില്ലാത്ത സങ്കടങ്ങളില്ലാത്ത ഒരു ജീവിതം എനിക്കുണ്ടാകും, എനിക്ക് വലിയ നേട്ടമുണ്ടാകും എന്നൊക്കെ. ഇതുപോലെയാണ് സദഖ ചെയ്യുന്നവൻ ശുഭപ്രതീക്ഷ പുലർത്തേണ്ടത്. ഇതുപോലെ സുബ്ഹാനല്ലാഹ്, ശരിക്കും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, സദഖ നഷ്ടപ്പെട്ടു പോകുന്ന, ഫലവത്താകാതെ പോകുന്ന അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞല്ലോ. നമുക്കറിയാം, ഒരു കൃഷിക്കാരൻ്റെ അവസ്ഥയും അങ്ങനെയാണ്. കൃഷിക്കാരൻ കൃഷിക്ക് കൃത്യമായ പരിചരണമോ ശ്രദ്ധയോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കൃഷി നശിക്കാൻ കാരണമാകും. അപ്പോൾ ആ വിതച്ച വിത്ത് പോലും നഷ്ടമാകും. മനസ്സിലായില്ലേ? അതുപോലെയാണ് സദഖയും. സദഖ നിങ്ങൾ ചെയ്ത ശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖു മന്നൻ വല അദ. മന്നും അതയും ഉണ്ടാകാൻ പാടില്ല. കാരണം മന്നും അതയും എന്താണ്? സദഖ എന്ന കൃഷിയിൽ വരുന്ന കൃമികളാണ്, കീടങ്ങളാണ്. അത് സദഖയെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഏതുപോലെ? കീടങ്ങൾ കൃഷിയെ നശിപ്പിക്കാറുള്ളതുപോലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര മനോഹരമായാണ് നമുക്കിത് പറഞ്ഞു തരുന്നത് എന്ന് നോക്കൂ, വിശദീകരിച്ച് തരുന്നത്. ഒരു കർഷകൻ, ഇങ്ങനെയുള്ളൊരു കർഷകൻ കൃത്യമായി നല്ല വിത്ത് വിതച്ചു. നോക്കൂ, നല്ല വിത്താണല്ലോ വിതക്കേണ്ടത്, അല്ലേ? നല്ല പണമാണ് എന്ത് ചെയ്യേണ്ടത്? സദഖ ചെയ്യേണ്ടത്. നല്ല വിത്ത് വിതച്ചു, എന്നിട്ട് നന്നായി പരിചരിച്ചു, കീടങ്ങളൊന്നും വരാതെ പരിചരിച്ചു. സദഖയും അങ്ങനെ, കീടങ്ങൾ വരരുത്. മന്നും അതയൊക്കെ എന്താണ്? കീടങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്വാഭാവികമായി ആ കർഷകന് സങ്കടമില്ലാതെ ഭയമില്ലാതെ നല്ല വിള അതിൽ നിന്ന് കിട്ടും. അതുപോലെയാണ് സദഖ ചെയ്യുന്നവൻ, ധർമ്മം ചെയ്യുന്നവൻ. മനസ്സിലായില്ലേ? ഈ ഉപാധികൾ പിന്തുടർന്നാൽ ഒരിക്കലും തനിക്ക് നഷ്ടപ്പെട്ടു
എന്ന ഭയമുണ്ടാകേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയും ഇല്ല എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വചനമാണ് ഇത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, വഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ് ഇല്ലാ ഉജിർത ബിഹാ ഹത്താ മാ തജഅലു ഫീ ഫിയ്യി ഇംറഅതിക. വല്ലാത്തൊരു വാക്കാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോടാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ മുഖം, അത് തേടിക്കൊണ്ട് നീ ചെലവഴിക്കുന്ന ഒന്നും തന്നെ അതിന് നിനക്ക് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. ഇല്ലാ ഉജിർത ബിഹ, ഒന്നും. എന്നിട്ട് നബി ഒന്നെന്ന് പറഞ്ഞത് ഒന്നുകൂടി വിശദീകരിച്ചു. ഹത്താ മാ തജഅലു ഫീ ഫിയ്യി ഇംറഅതിക, തൻ്റെ സഹധർമ്മിണിയുടെ വായയിലേക്ക് കൊടുക്കുന്ന ഒരുരുള ഭക്ഷണം ഉണ്ടല്ലോ, അതിനുപോലും നിനക്കെന്ത് കിട്ടും? വലിയ പ്രതിഫലം കിട്ടും. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ ഒരു മുസ്ലിമിൻ്റെ അവസ്ഥ. ഒരു മുസ്ലിം അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം വീട്ടുകാർക്ക് ചെലവഴിച്ചാൽ പോലും അതെന്താണ്? സദഖയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വചനം. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തദബ്ബുർ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.